ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ടോപ്പിക് ആൻഡ് ദി സബ്ജക്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ഇത്. തിയററ്റിക്കലായിട്ടുള്ള ഒരു പേപ്പറാണ്. 80 മാർക്കിന് എക്സാം വരുന്ന ഒരു പേപ്പറാണ്. സാധാരണ രീതിയിൽ 80 മാർക്കിനാണ് എക്സാം വരാറ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിന് തുടക്കം കുറിക്കുകയാണ്. സോ വി ആർ മൂവിങ് ടു ദി കണ്ടന്റ്. സോ മൊഡ്യൂൾ 1, ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ദ ഫസ്റ്റ് മൊഡ്യൂൾ, Introduction to Marketing Management. Okay. Marketing is a concept, is everywhere. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആശയം, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വസ്തുത, ഒരു സംഭവം എവരിവെയർ, എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. മാർക്കറ്റിംഗ് ടച്ചസ് എവരി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് ടച്ച് ചെയ്യുന്നുണ്ട്. ഫ്രം അവർ വെരി ബർത്ത് ടു അവർ ഡെത്ത്. നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ. അവർ എൻറ്റയർ ലൈഫ്, അവർ ലൈഫ് സ്റ്റൈൽസ്, അവർ എക്സിസ്റ്റൻസ് ആർ കണ്ടിന്യൂസ്ലി അഫക്റ്റഡ് ബൈ മാർക്കറ്റിംഗ്. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിത രീതി, നമ്മുടെ നിലനിൽപ്പ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിങ്ങിനാൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. തുടർച്ചയായിക്കൊണ്ട്, കണ്ടിന്യൂസ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇഫ് വി എക്സാമിൻ അവർ ഡെയിലി ലൈഫ്, നമ്മൾ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതം എടുക്കുകയാണെങ്കിൽ, കമൻസിങ് ഫ്രം ഗെറ്റിംഗ് അപ്പ് ഫ്രം ദി ബെഡ് ഇൻ ദ മോർണിംഗ് ടു ദ ടൈം വി ഗോ ടു ദ ബെഡ് ഇൻ ദി നൈറ്റ്, വി ഒബ്സർവ് ദാറ്റ് വി യൂസ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. രാവിലെ നമ്മൾ ഉറക്കമെണീറ്റത് മുതൽ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നത് വരെ വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വി ഗെറ്റ് അപ്പ് ഫ്രം അവർ ബെഡ് ഇൻ ദി മോർണിംഗ്, മേ ബി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അലാറം ക്ലോക്ക്. രാവിലെ നമ്മൾ എണീക്കുന്നത് ഒരു പക്ഷേ ഒരു അലാറം ക്ലോക്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും. ദ അലാറം ക്ലോക്ക് മേ ബി എ ബ്രാൻഡഡ് വൺ, മേ ബി എ branded clock. Then we brush our teeth with Colgate toothbrush and paste. For example, ഒരു പ്രോഡക്റ്റാണ് കോൾഗേറ്റ് എന്ന് പറയുന്നതും, അതുപോലെ അതിൻ്റെ ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കുന്നു. സോ അത്തരത്തിലൊരു ദിവസം വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രസ്സ് ധരിക്കുന്നു. ഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ കഴിക്കുന്ന ഭക്ഷണം, രാവിലെ ചായ കുടിക്കുകയാണെങ്കിൽ ചായയിൽ ഉപയോഗിച്ച പാല്, അതുപോലെ തന്നെ തേയില തുടങ്ങി എല്ലാം എന്താണ്? വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ ദി മാർക്കറ്റിംഗ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് become part of our life. Okay, so നമുക്ക് നോക്കാം കോർ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത്. ബേസിക് ടേമുകൾ. വാട്ട് ആർ ദ ബേസിക് ടേംസ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റിംഗ്? ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് മനസ്സിലാക്കി വെക്കണം. മാർക്കറ്റിംഗ് എന്നാൽ വിപണനം എന്നാണ് മലയാളത്തിൽ അർത്ഥം. വിപണനം, മാർക്കറ്റിംഗ് മീൻസ് വിപണനം മലയാളത്തിൽ. സോ കോർ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് കൺസെപ്റ്റുകൾ, ആശയങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ടു നോ അബൌട്ട് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് നോ സം ബേസിക് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഓർ റിലേറ്റഡ് വിത്ത് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില ആശയങ്ങളെ എന്ത് ചെയ്യുന്നു? അടിസ്ഥാനപരമായ ചില ആശയങ്ങളെ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് കസ്റ്റമേഴ്സ് എന്നുള്ളത്. കസ്റ്റമർ
Customer is a person who buys a product. Simply, we can say that a customer is a person who buy a product. Customer. Or customer provide payment to an organization in return for the delivery of goods and services. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ് നൽകുന്നു ടു ആൻ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിന്, ഇൻ റിട്ടേൺ ഫോർ ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളെയോ സേവനങ്ങളെയോ കൈമാറ്റം ചെയ്തതിന് പകരമായിട്ട് ഒരു ഓർഗനൈസേഷന് പേയ്മെൻറ്റ് നൽകുന്നവരാണ് ആര്? കസ്റ്റമേഴ്സ് എന്നറിയപ്പെടുന്നത്. Therefore, a customer from central point for the organization marketing activity. ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ, ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ സെൻട്രൽ പോയിൻ്റ്, കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ആരാണ്? കസ്റ്റമറാണ്. കസ്റ്റമർ ഈസ് എ സെൻട്രൽ പോയിൻ്റ്. കസ്റ്റമർ ഈസ് ദ ബേസ് ഫോർ ഓർഗനൈസേഷൻസ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനുള്ള അടിസ്ഥാനം, ബേസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കസ്റ്റമറാണ്. കസ്റ്റമർ ഈസ് ദ കിങ്. കസ്റ്റമറാണ് രാജാവ്. കസ്റ്റമർ ഈസ് ദ കീ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ വിത്തൗട്ട് ദി കസ്റ്റമർ an organization will not flourish. An organization cannot sell their goods. കസ്റ്റമേഴ്സിൻ്റെ സഹായമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കമ്പനിക്ക് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആരാ വാങ്ങുന്ന ആൾക്കാർ വേണ്ടേ? അതാണ്. സോ രണ്ടാമത്തതാണ് നീഡ്സ്, വാണ്ട്സ് ആൻഡ് ഡിമാൻഡ്സ്. സെക്കൻഡ് കോർ മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ് നീഡ്സ്, വാണ്ട്സ്, ഡിമാൻഡ്സ്. എവരി ഇൻഡിവിജ്വൽ ഹാസ് നീഡ്സ്. എവരി ഇൻഡിവിജ്വൽ ഹാസ് നീഡ്സ്. ഓരോ വ്യക്തിക്കും എന്തുണ്ട്? ആവശ്യങ്ങളുണ്ട്. മാർക്കറ്റിംഗ് ബിഗിൻസ് ഫ്രം കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. മാർക്കറ്റിങ്ങിന്, വിപണനത്തിന് തുടക്കം കുറിക്കുന്നത് അപ്പോഴാണ് സത്യത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും അവരുടെ വാണ്ട്സും മനസ്സിലാക്കിയിട്ടാണ്, ആവശ്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ്. നീഡ് സിംപ്ലി മീൻസ് നെസസിറ്റി. നീഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആവശ്യമാണ്. ഇറ്റ് ഈസ് ദ ബേസിക് ഹ്യൂമൻ റിക്വയർമെൻറ്റ്. അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് എന്താണോ അതാണ് നീഡ്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഡീപ്പ് റൂട്ടഡ് ഇൻ ദ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. ഇറ്റ് ഈസ് ദ ഫീലിംഗ് ഓഫ് ലാക്കിംഗ് സംതിങ്. ഫോർ എക്സാമ്പിൾ, നീഡ്സിനുള്ളൊരു എക്സാമ്പിളാണ്, ഇഫ് യു ആർ ഹംഗ്രി, നമ്മൾ നല്ലവണ്ണം വിശപ്പുള്ള സമയത്ത് വി വിൽ ഹാവ് എ നീഡ് ഫോർ ഫുഡ്. നമുക്കെന്ത് ചെയ്യും? ഭക്ഷണം ആവശ്യമായിട്ട് വരും. ദ ടേം നീഡ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ അനദർ വേ. ഇറ്റ് ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ കറൻറ്റ് സ്റ്റാറ്റസ് ആൻഡ് ഡിസൈർഡ് സ്റ്റാറ്റസ്. ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കറൻറ്റ് സ്റ്റാറ്റസ് ആൻഡ് ഡിസൈർഡ് സ്റ്റാറ്റസ്. എന്താ കറൻറ്റ് സ്റ്റാറ്റസ്? വിശന്നിരിക്കുകയാണ്, ഹങ്കറാണ്. സോ അതെന്താണ്? കറൻറ്റ് സ്റ്റാറ്റസാണ്. പിന്നെയോ ഡിസൈർഡ് സ്റ്റാറ്റസോ? ഫുഡ് ഓർ ഫുൾ ഓഫ് സ്റ്റൊമക്ക്, ഫുൾ സ്റ്റൊമക്ക്, ഇത് വയറ് ഫുഡ് കഴിച്ചു, അതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് ഇത് ഈ പറയുന്ന നീഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കോമൺലി ദ ബേസിക് നീഡ്സ് ആർ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ എക്സെട്ര. അല്ലേ? ഭക്ഷണം, പാർപ്പിടം, അല്ലേ, വെള്ളം, ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആയിട്ട് പറയുന്നത്. ബേസിക് നീഡ്സ് ആർ കോമൺ ആൻഡ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യർക്കിടയിൽ വളരെ കോമൺ ആയിട്ടുള്ളതും ബേസിക് ആയിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് ഇത് നീഡ്സ് എന്നറിയപ്പെടുന്നത്. വാണ്ട്സ് ആർ ദ തിങ്സ് ദാറ്റ് സാറ്റിസ്ഫൈ അവർ നീഡ്സ്. വാണ്ട്സ് ആണെന്ത്? നമ്മുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദീസ് ആർ ഡീപ്പർ നീഡ്. ഇതെന്താണ്? ഡീപ്പർ നീഡ്സ് എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. അത്രയും ആഴത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങളാണ് ഇത്. ദസ് വാണ്ട്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം നീഡ്സ്. വാണ്ട്സ് എന്ത് ചെയ്യുന്നു? നീഡ്സിൽ നിന്നും വ്യത്യസ്തമാണ്. വാണ്ട്സ് എമർജ് ഫ്രം നീഡ്സ്. വാണ്ട്സ് എന്ത് ചെയ്യുന്നു? എമർജ് ചെയ്യുന്നത്. വാണ്ട്സ് എമർജ് ചെയ്യുന്ന എവിടുന്നാണ്? നീഡ്സിൽ നിന്നാണ്. ഡിമാൻഡ് ഈസ് എ വാണ്ട്. ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വാണ്ടാണ്. ഫോർ സ്പെസിഫിക് പ്രോഡക്ട്സ് ദാറ്റ് ആർ സപ്പോർട്ടഡ് ബൈ ആൻ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു ബൈ ദം.
Wants become demands when they pay are backed by the ability to pay. സോ ദ നീഡ്സ് അതുപോലെ വാണ്ട്സ്. ഓക്കെ, പിന്നെ ഡിമാൻഡാണ് മൂന്നാമത്തെ. നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഈസ് എ വാണ്ട് ഫോർ സ്പെസിഫിക് പ്രോഡക്റ്റ് ദാറ്റ് ആർ സപ്പോർട്ടഡ് ബൈ ആൻ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു ബൈ ദം. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ കോർ മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ് പ്രോഡക്ട്സ് എന്ന് അറിയപ്പെടുന്നത്. പ്രൊഡക്റ്റ് ഈസ് വാട്ട് എ സെല്ലർ ഓർ മാർക്കറ്റർ സെൽ. ഒരു വിൽപ്പനക്കാരനോ ഒരു വിപണനം നടത്തുന്ന വ്യക്തിയോ വിൽക്കുന്ന വസ്തു ഏതാണോ, that kind of product is called product. That kind of thing, that thing is called product. A product is anything that can be offered to satisfy the need or want. കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യപ്പെടുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. പ്രൊഡക്റ്റ് ഇൻക്ലൂഡ്സ് ഗുഡ്സ്, സർവീസസ്, ഐഡിയാസ്. മിയർലി not goods, only goods, not only goods but also including the services, ideas, etc. പ്രൊഡക്റ്റ് എന്ന് പറയപ്പെടുമ്പോൾ വെറും സാധനങ്ങൾ മാത്രമല്ല, സേവനങ്ങളും ആശയങ്ങളും ഒക്കെ എന്താണ്? പ്രോഡക്റ്റ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. The next one, exchange and transaction. Exchange is a process of obtaining desired offer by sacrificing something in return. When an agreement is reached, we say the transaction takes place. Transaction consists of a trade of value between buyer and seller. Exchange and transaction നടക്കുന്ന എപ്പോഴാണ്? ബയർ അതുപോലെ സെല്ലർ. സെല്ലർ ട്രാൻസ്ഫർ ഹിസ് പ്രോഡക്റ്റ് ടു ദി ബയർ ആൻഡ് ദ ബയർ പേയിങ് ആൻ എമൗണ്ട് ടു ദി സെല്ലർ. ഇതാണ് പ്രൊസീജിയർ, ദ ട്രാൻസാക്ഷൻ. സോ ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് നടക്കേണ്ടതായിട്ട് ഉണ്ട്. സെല്ലർ ഫോർ എക്സാമ്പിൾ ഒരു ടി വി സെല്ലറാണെന്ന് കരുതുക. ടി വി സെല്ലർ അയാളുടെ കൈവശമുള്ള ടി വിയെ സാക്രിഫൈസ് ചെയ്യുകയാണ്, ത്യജിക്കുകയാണ്. സാക്രിഫൈസിങ് ഫോർ റിട്ടേൺ ഓഫ് മണി. പണം, അയാൾക്ക് കിട്ടുന്ന പണത്തിന് പകരം എന്ത് ചെയ്യുന്നു? അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടി വി എന്ത് ചെയ്യുന്നു? അയാൾ സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. The next one, value and satisfaction. Value and satisfaction. Value means utility per unit of price. Value means utility per unit of price. എന്താണ് അർത്ഥമാക്കുന്നത്? യൂട്ടിലിറ്റിയാണ്, ഉപയുക്തത എന്ന് പറയും. വാല്യൂ എന്ന് വെച്ചാൽ മൂല്യം. മൂല്യം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഉപയുക്തതയാണ്. പെർ യൂണിറ്റ് ഓഫ് പ്രൈസ്. പ്രൈസിൻ്റെ പെർ യൂണിറ്റിൽ എത്രത്തോളം ഉപയുക്തത ഉണ്ട് നമ്മുടെ ഉൽപ്പന്നത്തിന് എന്ന് കണക്കാക്കുന്നതാണ് വാല്യൂ. ഇറ്റ് റിഫ്ലക്ട് ദ റിലേഷൻഷിപ്പ് ഓഫ് ദി ബെനിഫിറ്റ്സ് ടു കോസ്റ്റ് ഓർ വാട്ട് വി ഗെറ്റ് ഫോർ വാട്ട് വി ഗിവ്. നമുക്ക് എന്താണ് കിട്ടുന്നത്, നമ്മൾ കൊടുക്കുന്നതിന് എന്താണ് തിരിച്ച് കിട്ടുന്നത് എന്നുള്ളതാണ് വാല്യൂ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വി ആർ സ്പെൻഡിങ് 100 rupees ഫോർ എ ഫുഡ്. നമ്മൾ 100 രൂപ എന്ത് ചെയ്യുന്നു? ഒരു ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നു. അറ്റ് ദാറ്റ് ടൈം if we get the food not worthy, ആ 100 രൂപയ്ക്കുള്ള ഫുഡല്ല നമുക്ക് കിട്ടുന്നത് എങ്കിൽ, 100 രൂപയ്ക്കുള്ള ഇതല്ല കിട്ടുന്നത് എങ്കിൽ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവിടെ വാല്യൂ കുറവാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇറ്റ് ഈസ് ദ റേഷ്യോ ബെനിഫിറ്റ്സ് ടു പ്രൈസ് പെയ്ഡ്. എത്രയാണ് നമ്മൾ കൊടുത്ത പണത്തിന് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടുന്നു, ഗുണം കിട്ടുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ടുഡേ മാർക്കറ്റേഴ്സ് ട്രൈ ടു എൻഹാൻസ് ദ വാല്യൂ ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നു? ഉപഭോക്താക്കൾക്ക് എന്ത് ചെയ്യുന്നു? ഓരോ മാർക്കറ്ററും അയാളുടെ ഉൽപ്പന്നത്തിൽ നിന്നുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാല്യൂ ക്യാൻ ബി എൻഹാൻസ്ഡ് either ബൈ ഇൻക്രീസിങ് ദി ബെനിഫിറ്റ്സ് ഓർ ബൈ റിഡ്യൂസിങ് ദി പ്രൈസ് ഓഫ് ബോത്ത്. ഓക്കെ, അവസാനമായിട്ട് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നൊരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. മാർക്കറ്റ് എന്ന് വെച്ചാൽ
ഏറ്റവും സിമ്പിളായിട്ട് മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. സാധനങ്ങളും സേവനങ്ങളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ്, ഒരു പ്ലേസ് ആണെന്ത് മാർക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ഈസ് എ റൂട്ട് ദ വേർഡ് മെർക്കാറ്റസ്. മാർക്കറ്റ് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ലാറ്റിൻ വേർഡായിട്ടുള്ള മെർക്കാറ്റസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. വിച്ച് മീൻസ് മെർക്കൻഡൈസ്, ട്രേഡ് ഓർ എ പ്ലേസ് വേർ ബിസിനസ് ഈസ് കണ്ടക്റ്റഡ്. അതാണ് മാർക്കറ്റ്. ബിസിനസ് നടക്കുന്ന സ്ഥലം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതാണ് മാർക്കറ്റ്. ഓക്കെ, സോ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുക, ഇത്രയും അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു മാർക്കറ്റിങ്ങിനെ കുറിച്ച് ജസ്റ്റ് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം കോർ മാർക്കറ്റിംഗ് കൺസെപ്റ്റുകൾ, ബേസിക് ടേമുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ് എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണുള്ളത്. മാർക്കറ്റ് എന്ന് വെച്ചാൽ കമ്പോളം എന്നാണ് മലയാളത്തിൽ. മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ വിപണനം എന്നാണ്, അല്ലേ? കമ്പോളം, മാർക്കറ്റിന് വിപണി എന്നും പറയും. മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ വിപണനം എന്നുള്ള പ്രക്രിയയാണ്. ഓക്കെ, നമ്മൾ ആ മാർക്കറ്റിങ്ങിൻ്റെ ഇതും കൂടി വരുമ്പോൾ പറയാം, എന്നാലും സൂചിപ്പിക്കുകയാണ്. ഒരു ബയറുടെയും സെല്ലറുടെയും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് മുതൽ അത് വിൽപ്പന നടത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്നതാണ് ഇത് ഈ മാർക്കറ്റിങ്ങിൽ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഏതായാലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ദെൻ താങ്ക് യു.